സന്തോഷം എന്നത് നമ്മുടെ ഒരു തീരുമാനമാണ്. അതാരെങ്കിലും നമുക്ക് തരുമെന്നും പറഞ്ഞ് കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. സന്തോഷത്തോടെ തീരുമാനിക്കാൻ നമ്മളങ്ങ് തീരുമാനിച്ചാൽ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. പലപ്പോഴും അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ്. നമ്മുടെ ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് മല്ലിട്ട് തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനോടൊക്കെ നമ്മൾ നേരിടുമ്പോൾ, അതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കുമ്പോൾ, നമുക്ക് ആ പ്രതികരണം എങ്ങനെ ആയിരിക്കണമെന്ന് തീർച്ചയായും ഡിസൈൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ട്. അത് നമ്മുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്താണ് തീരുമാനിക്കുന്നത്. നമ്മുടെ വൈകാരിക ബുദ്ധിശക്തിയെ ഉയർത്തുകയും നമ്മുടെ മാനസികാരോഗ്യം ഉയർത്തുകയും ചെയ്താൽ നമുക്ക് ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. 23 വയസ്സുള്ള ഒരു മകൻ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നു. അമ്മ അതിൻ്റെ പുറകിന് നടന്ന് ധാരാളം സ്ട്രെസ് എടുക്കുകയും ഭയങ്കരമായി വിഷമിക്കുകയും ഭയങ്കരമായി വേദനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അവരെന്നോട് സംസാരിച്ചത്, സാറേ ഇത് കാരണം എനിക്കൊരു ജീവിതമില്ല, ഇത് കാരണം എനിക്കൊരു സന്തോഷമില്ല, എനിക്കൊരു വ്യക്തിപരമായ ഒരു സ്പേസില്ല, എൻ്റെ ജീവിതം മുഴുവൻ ഇതിൻ്റെ പുറകിന് പോയി നശിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 23 വയസ്സുള്ള ഒരു മകന് ശരിയായ രീതിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ളതിനപ്പുറം ഒരു മകൻ ഇനി അതിൽ നിന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ ആ മകൻ്റെ ഉത്തരവാദിത്വം ആ മകനെ ഏൽപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൻ്റെ ആശ്വാസവും സന്തോഷവും നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു ചെറുപ്പക്കാരനിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഇതാ ചെറുപ്പക്കാരൻ്റെ പുറകിന് 24 മണിക്കൂർ നമ്മൾ നടന്ന് അവനെ അപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ പുറകിനിങ്ങനെ നടക്കുക. നമ്മളൊരു സ്ലേവായി മാറുകയും അവനിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഒരു കാലത്തും ഉണ്ടാകാനും പോകുന്നില്ല. ഇഞ്ചിഞ്ചായി നമ്മൾ മരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു തീരുമാനം എടുക്കണം. പ്രായപൂർത്തിയായി, ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു. കൂട്ടുകെട്ടിലൂടെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഒരു കുട്ടി വന്നു. അത് അത്രയും 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന് ജോലി ചെയ്ത് അവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് മാറുമ്പോഴാണ് അവൻ അതിനുള്ളൊരു ചോയ്സ് പോലും കിട്ടുന്നത്. ഇത് എല്ലാം ചെയ്തു കൊടുത്ത് പുറകിനൊരാൾ നടക്കുമ്പോൾ അവനിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുന്നത്? അവനിൽ എങ്ങനെയാണ് ജീവിതത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഹോമിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പുറകിന് നടന്നാൽ നമുക്കൊരിക്കലും ഒരു സന്തോഷം ലഭിക്കില്ല, നമുക്കൊരിക്കലും ഒരു ആശ്വാസം ലഭിക്കില്ല. ഇന്ന് ചില കഠിനമായ തീരുമാനങ്ങൾ എടുത്താൽ നാളെയെങ്കിലും ചിലപ്പോൾ നമുക്കൊരു സന്തോഷത്തിനോ ആശ്വാസത്തിനോ വകയുണ്ടാവും. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്.